നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാപ്പ് റെഡ്യൂസ് ആണ്. നമ്മൾ മാപ്പ് റെഡ്യൂസ് എന്നുള്ള ടേം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു ഹഡൂബിൻ്റെ ഫ്രെയിം വർക്ക് പറയുമ്പോൾ അല്ലേ. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ലെയേഴ്സാണ് അല്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് വരുന്ന ലെയറാണ് മാപ്പ് റെഡ്യൂസ് അല്ലേ. അൺമാപ്പ് റെഡ്യൂസ് എന്ന് പറയാൻ നമുക്കറിയാം അതൊരു പ്രോസസ്സിങ് ടെക്നിക്കാണ്. അതിന് 2 സ്റ്റേജസ് ആണ് വരുന്നത് അല്ലേ, മാപ്പിംഗ് സ്റ്റേജും റെഡ്യൂസ് സ്റ്റേജ്. അങ്ങനെയൊക്കെ ജസ്റ്റ് നമ്മൾ മാപ്പർ ഫംഗ്ഷനും അതുപോലെ റെഡ്യൂസർ ഫംഗ്ഷൻ്റെ കോഡൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണെന്നുള്ളത്. സോ MapReduce is a processing technique and a program model for distributed computing based on Java. Java ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ടെക്നിക്കാണ് എന്ത് MapReduce എന്ന് പറയുന്നത്. ദ MapReduce അൽഗോരിതം കണ്ടെയ്ൻസ് 2 ഇമ്പോർട്ടൻറ്റ് ടാസ്ക്, നെയിംലി മാപ്പ് ആൻഡ് റെഡ്യൂസ് അല്ലേ. ഈ ഒരു അൽഗോരിതത്തിന് 2 ടാസ്കുകളാണുള്ളത്. ഒന്ന് നമ്മൾ മാപ്പ് എന്ന് പറയുന്ന ടാസ്കും രണ്ടാമത് റെഡ്യൂസർ. ഒന്ന് നമ്മൾ മാപ്പർ എന്ന് പറയും, രണ്ടാമത്തെ നമ്മൾ റെഡ്യൂസർ എന്ന് പറയും. ഓക്കെ, മാപ്പ് ടേക്സ് എ സെറ്റ് ഓഫ് ഡാറ്റ ആൻഡ് കൺവേർട്സ് ഇറ്റ് ഇൻ ടു അനദർ സെറ്റ് ഓഫ് ഡാറ്റ where individual elements are broken down into tuples അല്ലെങ്കിൽ കീ വാല്യൂ പെയർസ്. അപ്പോൾ മാപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ മാപ്പർ ഫംഗ്ഷൻ്റെ ടാസ്ക് എന്താണ്, എന്താ ചെയ്യുന്നത്? ഇറ്റ് ടേക്സ് എ സെറ്റ് ഓഫ് ഡാറ്റ, ഒരു സെറ്റ് ഓഫ് ഡാറ്റേനെ എടുത്തിട്ട് അതിനെ വേറൊരു സെറ്റാക്കി മാറ്റും. ഓക്കെ, ഇറ്റ് കൺവേർട്സ് ഇറ്റ് ഇൻ ടു അനദർ സെറ്റ് ഓഫ് ഡാറ്റ അതിലെങ്ങനെയാണ് ഈ കൺവേർട്ട് ചെയ്ത ഡാറ്റയിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റിനെ എന്താ ചെയ്യുന്നത്, അതിനെ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ടപ്പിൾസ് ആക്കി മാറ്റും. അല്ലെങ്കിൽ കീ വാല്യൂ പെയർ, ഒരു കീ ഉണ്ടാവും, ആ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ ഉണ്ടാവും. അങ്ങനെ കീ വാല്യൂ പെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത് വരുന്നതാണ് നമ്മുടെ റെഡ്യൂസർ ഫംഗ്ഷനിൽ അല്ലെങ്കിൽ റെഡ്യൂസ് ടാസ്ക് എന്താ ചെയ്യുന്നത്? വിച്ച് ടേക്സ് ദ ഔട്ട്പുട്ട് ഫ്രം എ മാപ്പ് ആസ് എൻ ഇൻപുട്ട് ആൻഡ് കമ്പൈൻസ് ദോസ് ഡാറ്റ ടപ്പിൾസ് ഇൻ ടു എ സ്മോളർ സെറ്റ് ഓഫ് ടപ്പിൾസ്. അപ്പോൾ എന്താ നമ്മൾ അവിടെ ഇപ്പോൾ മാപ്പറിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? ടപ്പിൾസിനെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ, കുറേ ടപ്പിൾസിനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ടപ്പിൾസിനെയാണ് എന്ത് ഇൻപുട്ടായിട്ട് എടുക്കുക? റെഡ്യൂസർ ഇൻപുട്ടായിട്ട് എടുക്കുക. ഓക്കെ, സോ റെഡ്യൂസ് ടാസ്ക് അല്ലെങ്കിൽ റെഡ്യൂസർ ഫംഗ്ഷൻ ഈ ഒരു ടപ്പിൾസ് അല്ലെങ്കിൽ ഈ സെറ്റ് ഓഫ് ടപ്പിൾസിനെ അതിനെ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അതിനെ കമ്പൈൻ ചെയ്യും. ഓക്കെ, ആ ടപ്പിൾസിനെയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്മോളർ സെറ്റ് ഓഫ് ടപ്പിൾസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റെഡ്യൂസറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഔട്ട്പുട്ട് ഓഫ് ദി മാപ്പറിൻ്റെ ഔട്ട്പുട്ടായിരിക്കും റെഡ്യൂസറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? Then, as a sequence of name, MapReduce implies the reduce task is always performed after the map job. നമുക്കറിയാലോ ആ ടേം തന്നെ ഉണ്ടല്ലേ, ആദ്യം മാപ്പ് ചെയ്യും എന്നിട്ട് നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ ഇപ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മാപ്പറിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത്? റെഡ്യൂസറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ വൺസ് മാപ്പർ ഇസ് കംപ്ലീറ്റഡ് then only we can do in the reducer task. Okay, then the major advantage of MapReduce is that it is easy to scale data processing over multiple computing nodes. അപ്പോൾ ഈ മാപ്പ് റെഡ്യൂസിൻ്റെ ഇതെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടിംഗ് നോട്ട്സിന് നമുക്ക് എത്ര വേണമെങ്കിലും സ്കെയിൽ ചെയ്തിട്ട് അതിനെ ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. എത്ര വേണമെങ്കിലും ആവാം, അതിന് ഇതില്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഈസിലി ആ നോട്ട്സിന് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്ക് അതിലേക്ക് ഡാറ്റ പ്രോസസ്സിങ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Under the MapReduce model, the data processing primitives are called mappers and reducers. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, ഈ ഒരു MapReduceൽ നമ്മൾ എന്താ പറയുക? മാപ്പർ എന്നും പറയും, മറ്റേ നമ്മൾ റെഡ്യൂസർ എന്നുമാണ് പറയുക. Okay, but once we write an application in the MapReduce form, scaling the application to run over hundreds, thousands, or even tens of thousands of machines in a cluster is merely a configuration change. And this simple scalability is what has attracted many programmers to use the MapReduce model. ഇപ്പോൾ ഈ MapReduce മോഡൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി ഒരു 100 നോട്ട്സ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക, ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് 100 നോട്ട്സ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക.
നമുക്ക് ആ 100 നോട്ട്സിനെ ഈസിലി ഒരു 1000 നോട്ട്സ് ആയിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. അതുപോലെ 1000, 10,000 എത്ര നോട്ട്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്കതിനെ ഈസിലി സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഈസിലി നമുക്കതിലേക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ആൻഡ് അതെന്ന് പറയുന്നതാണ് ഈ ഒരു പ്രോഗ്രാമേഴ്സിൻ്റെയൊക്കെ മെയിനായിട്ട് ഇതിൽ കണ്ടിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, generally MapReduce paradigm is based on sending the computer to where the data resides. എവിടെയാണോ ഡാറ്റ ഉള്ളത് ആ കമ്പ്യൂട്ടറിലാണ് ഈ ഒരു അൽഗോരിതം പെർഫോം ചെയ്യുക. ഓക്കെ, MapReduce program executes in 3 stages, namely മാപ്പ് സ്റ്റേജ്, ഷഫിൾ സ്റ്റേജ് ആൻഡ് റെഡ്യൂസ് സ്റ്റേജ്. നമ്മൾ ജനറലി പറയുമ്പം 2 സ്റ്റേജാണ്, മാപ്പിങ്ങും റെഡ്യൂസിങ് ആണ് ഉള്ളതെങ്കിലും ഈ അൽഗോരിതത്തിന് ബേസിക്കലി 3 സ്റ്റേജസ് ആണ് വരിക. മാപ്പ് സ്റ്റേജ് ഉണ്ട്, ഷഫിൾ സ്റ്റേജ് ഉണ്ട്, ആൻഡ് ദെൻ ഓൺലി ഇറ്റ് ഈസ് ബീങ് റെഡ്യൂസ്ഡ്. ഓക്കെ, മാപ്പ് സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? ദ മാപ്പ് ഓർ മാപ്പേഴ്സ് ജോബ് ഇസ് ടു പ്രോസസ് ദ ഇൻപുട്ട് ഡാറ്റ. അല്ലേ, നമുക്ക് ഫസ്റ്റ് തന്നെ ഇനീഷ്യലി യൂസർ കൊടുക്കണ ഇൻപുട്ട് ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യുക, അല്ലെങ്കിൽ യൂസർ കൊടുക്കുന്നതെന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ ആ ബിഗ് ഡാറ്റയിലുള്ള അല്ലെങ്കിൽ ആ ഡാറ്റ സ്റ്റോറിലുള്ള ബിഗ് ഡാറ്റയെ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് മാപ്പ് സ്റ്റേജ് ചെയ്യുന്നത്. ജനറലി ദ ഇൻപുട്ട് ഡാറ്റ ഈസ് ഇൻ ദ ഫോം ഓഫ് ഫയൽ ഓർ ഡയറക്ടറി ആൻഡ് സ്റ്റോർഡ് ഇൻ ദ ഹഡൂപ്പ് ഫയൽ സിസ്റ്റം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ഹഡൂപ്പ് ഫയൽ സിസ്റ്റം. ഹഡൂപ്പ് ഫയൽ സിസ്റ്റത്തിൽ ഡാറ്റാസിൽ നമ്മൾ ഫയൽസ് ആയിട്ടോ ഡയറക്ടറീസ് ആയിട്ടൊക്കെ ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഇൻപുട്ടിനെയാണ് എന്തിലേക്ക് എടുക്കുക? മാപ്പ് ഫംഗ്ഷനിലേക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ മാപ്പ് സ്റ്റേജിൽ എടുക്കുന്നത്. The input file is passed to the mapper function line by line. The mapper processes the data and creates several small chunks of data. അപ്പോൾ ഈ ഫയൽസിനും ഡയറക്ടറീസിലും ഉള്ള ഡാറ്റേനെ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് മാപ്പർ ഫംഗ്ഷനിലേക്ക് കൊടുക്കുക. മാപ്പർ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഈ ഡാറ്റേനെ പ്രോസസ്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ചങ്ക്സ്, ചെറിയ ചെറിയ പാർട്സ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ലൈൻസിനെ സ്മോളർ പാർട്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ സ്മോളർ ചങ്ക്സ് ഓഫ് ഡാറ്റാസ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. ക്ലിയർ? നെക്സ്റ്റ് ഇസ് ദ റെഡ്യൂസ് സ്റ്റേജ്. ഈ റെഡ്യൂസ് സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ ഷഫിൾ സ്റ്റേജും വരുന്നത് കേട്ടോ. ദ സ്റ്റേജ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ദ ഷഫിൾ സ്റ്റേജ് ആൻഡ് ദ റെഡ്യൂസ് സ്റ്റേജ്. ദ റെഡ്യൂസേഴ്സ് ജോബ് ഇസ് ടു പ്രോസസ് ദ ഡാറ്റ ദാറ്റ് കംസ് ഫ്രം ദി മാപ്പർ. മാപ്പറിന് വന്നിട്ടുള്ള ഡാറ്റേനെ എന്താ ചെയ്യുന്നത്? മാപ്പറിന് വന്ന ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, മാപ്പറിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത്? റെഡ്യൂസറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ മാപ്പറിന് കിട്ടിയിട്ടുള്ള ഡാറ്റേനെ എന്താ ചെയ്യുന്നത്? അതിനെ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യാണ് റെഡ്യൂസർ ഫംഗ്ഷൻ ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ പ്രോസസ്സിങ് ഇറ്റ് പ്രൊഡ്യൂസസ് എ ന്യൂ സെറ്റ് ഓഫ് ഔട്ട്പുട്ട് വിച്ച് വിൽ ബി സ്റ്റോർഡ് ഇൻ ദി HDFS. ആഫ്റ്റർ റെഡ്യൂസിങ് ഈ റെഡ്യൂസർ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഈ കിട്ടിയിട്ടുള്ള ആ ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, അതിനെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടില്ലേ, ആ ഔട്ട്പുട്ടിനെ എന്താ ചെയ്യുന്നത്? HDFS അല്ലെങ്കിൽ നമ്മൾ ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിലേക്ക് തിരിച്ച് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ ഡ്യൂറിങ് എ മാപ്പ് റെഡ്യൂസ് ജോബ് ഹഡൂപ്പ് സെൻസ് ദി the map and reduce tasks to the appropriate servers in the cluster. ഇപ്പോൾ മാപ്പ് റെഡ്യൂസ് ജോബിൻ്റെ ഇടയിൽ ഹഡൂപ്പ് ആണ് എന്ത് ചെയ്യുന്നത്? മാപ്പിനെ റെഡ്യൂസിനെ അപ്രോപ്രിയേറ്റ് സെർവേഴ്സിലേക്കൊക്കെ സെൻഡ് ചെയ്യുന്നത്. ദ ഫ്രെയിംവർക്ക് മാനേജേഴ്സ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് ഡാറ്റ പാസിംഗ് സച്ച് ആസ് ഇഷ്യൂയിങ് ടാസ്ക്, വെരിഫൈങ് ടാസ്ക്, verifying task completion and copying data around the cluster between the nodes. ഈ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ നമ്മുടെ മാപ്പ് റെഡ്യൂസിൻ്റെ ഫ്രെയിംവർക്ക് എല്ലാ ഡാറ്റയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യും. എന്തൊക്കെയാണ്? ടാസ്ക് ഇഷ്യൂ, ഓരോ മാപ്പിലേക്കും റെഡ്യൂസിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടാസ്ക് ഇഷ്യൂ ചെയ്യുക, പിന്നെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക, ഡാറ്റേനെ കോപ്പി ചെയ്യുക, ക്ലസ്റ്റർ ഒന്നിന്ന് മറ്റേലേക്ക് കോപ്പി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാണ് ചെയ്യുക. Okay, then most of the computing takes place on nodes with data on local disk that reduce the network traffic. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോസസ്സിങ് നടക്കുന്നത് എവിടെയാണോ ഡാറ്റ ഉള്ളത് അവിടെ തന്നെ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ലോക്കൽ സിസ്റ്റത്തിൽ തന്നെ വെച്ചിട്ടായിരിക്കും നോർമലി ഈ പ്രോസസ്സിങ് ഒക്കെ നടക്കുന്നത്. അങ്ങനെ നടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാഫിക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ട്രാഫിക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നത്? ഡാറ്റേനെ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ലോക്കലി ഡാറ്റേനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ഗിവൺ ടാസ്ക് ദ ക്ലസ്റ്റർ കളക്ട്സ് ആൻഡ് റെഡ്യൂസസ് ദ ഡാറ്റ
to form an appropriate results and send it back to the Hadoop server. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ചിട്ട് പ്രോസസ്സിങ് നടക്കുന്നുണ്ടാവുമല്ലോ, ഓരോ ലോക്കൽ സിസ്റ്റത്തിൽ വെച്ചിട്ട് തന്നെ പ്രോസസ്സിങ് നടത്തിയതിന് ശേഷം ആ ടാസ്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം എന്താ ചെയ്യുന്നത്, ഈ ഡാറ്റേനെയൊക്കെ കളക്ട് ചെയ്തിട്ട് അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് അതിനെ അപ്രോപ്രിയേറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഇസ് സെൻഡ് ബാക്ക് ടു ദി HDFS, നമ്മൾ ഡാറ്റാബേസിലേക്ക് അല്ലെങ്കിൽ Hadoop ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിലേക്ക് അതിനെ ഔട്ട്പുട്ട് തിരിച്ച് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി മാപ്പ് റെഡ്യൂസ് എന്ന് പറയുന്ന അൽഗോരിതത്തിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇതും ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻപുട്ട് ഡാറ്റേനെ മാപ്പ് ഫംഗ്ഷൻ എടുത്തു, മാപ്പ് ഫംഗ്ഷൻ അതെന്താക്കി, മാപ്പ് ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് റെഡ്യൂസ് ഫംഗ്ഷൻ എടുത്തു. ആഫ്റ്റർ ദാറ്റ് അതിനെ വീണ്ടും ഇതാക്കിയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഇറ്റ് ഇസ് സെൻഡ് ബാക്ക് ടു ദി ഫയൽ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ മാപ്പ് റെഡ്യൂസ് ഫംഗ്ഷൻ്റെ ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദ മാപ്പ് റെഡ്യൂസ് ഫ്രെയിം വർക്ക് ഓപ്പറേറ്റ്സ് ഓൺ കീ വാല്യൂ പെയർസ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഇതിലെന്താണ് കീ വാല്യൂ പെയർ എന്നുള്ള ഫോമിലാണ് ഇത് മാപ്പ് റെഡ്യൂസ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ഫ്രെയിം വർക്ക് വ്യൂസ് ദ ഇൻപുട്ട് ടു ദ ജോബ് ആസ് എ സെറ്റ് ഓഫ് കീ വാല്യൂ പെയർസ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് എ സെറ്റ് ഓഫ് കീ വാല്യൂ പെയർസ് ആസ് ദി ഔട്ട്പുട്ട് ഓഫ് ദ ജോബ് കൺസീവബ്ലി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ഇതിന് ഫസ്റ്റ് എടുക്കും, കീ വാല്യൂ പെയർ ആയിട്ട് എടുക്കും, എന്നിട്ട് അതിനെ വേറൊരു ലിസ്റ്റ് ആക്കി മാറ്റും. ആ ലിസ്റ്റ് എടുത്തിട്ട് വീണ്ടും വേറൊരു കീ വാല്യൂ പെയർ ആക്കിയിട്ടാണ് റെഡ്യൂസ് ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഞാൻ കാണിച്ചാൽ അതിൻ്റെ ഇത് നോക്കാം. ദ കീ and the value classes should be in serialized manner by the framework and hence need to implement the writable interface. Additionally, the key class have to implement the writable. ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ, കമ്പയർ ഒന്നും വേണമെന്നില്ല. ജസ്റ്റ് നോക്കാം. മാപ്പ് റെഡ്യൂസ് ജോബിൻ്റെ ഇൻപുട്ടായിട്ട് ഏറ്റവും ഫസ്റ്റ് വരുന്നത് എന്താണ്, K1 V1 ആയിരിക്കും വരിക. ഈ K1 V1 മാപ്പ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, അത് പ്രോസസ്സ് ചെയ്യും. ആൻഡ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എന്തായിട്ട് എടുക്കുന്ന K2 V2 എന്ന് പറയുന്ന ഒരു കീ വാല്യൂ പെയർ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. K1 V1 ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് എടുത്ത കീ വാല്യൂ പെയർ ആൻഡ് ദാറ്റ് ഇസ് ബീങ് കൺവേർട്ടഡ് ബൈ മാപ്പ് ഫംഗ്ഷൻ ടു K2 V2. ഈ K2 V2 എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ റെഡ്യൂസ് ഫംഗ്ഷൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഈ റെഡ്യൂസ് ഫംഗ്ഷൻ ഇതിനെന്താക്കി മാറ്റും, വേറൊരു സെറ്റാക്കി മാറ്റും അല്ലേ. അതാണ് K3 V3 എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ടേബിൾ ഇത് അവിടെ കാണിക്കുന്നുണ്ടോ, മാപ്പിൽ K1 V1 ഇൻപുട്ട് ആയിട്ട് അതിൽ K2 V2 ആക്കി മാറ്റും. റെഡ്യൂസിൽ അതെടുത്തിട്ട് അതിനെ K3 V3 എന്നുള്ള വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് ടെർമിനോളജീസ് ജസ്റ്റ് പറഞ്ഞുതരാം. അതിൽ വരുന്ന ഈ മാപ്പ് റെഡ്യൂസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടെർമിനോളജീസ് ആണ് കേട്ടോ. അതിൽ വരുന്ന ഒന്നാണ് പേലോഡ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഇംപ്ലിമെൻറ്റ് ദ മാപ്പ് ആൻഡ് ദ റെഡ്യൂസ് ഫംഗ്ഷൻ ആൻഡ് ഫോം ദി കോർ ഓഫ് ദി ജോബ്. അപ്പം പേലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മാപ്പ് ആൻഡ് റെഡ്യൂസ് ഫംഗ്ഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് പേലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മാപ്പർ നമ്മൾ കണ്ടു തന്നെയാണ് അല്ലേ. മാപ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മാപ്സ് എ ഇൻപുട്ട് അല്ലെങ്കിൽ കീ വാല്യൂ പെയർ ടു എ സെറ്റ് ഓഫ് ഇൻ്റർമീഡിയറ്റ് കീ വാല്യൂ പെയർ. നമ്മൾ ഡാറ്റാബേസിന് എടുത്തിട്ടുള്ള കീ വാല്യൂ പെയറിനെ എന്താക്കി മാറ്റുകയാണ്, ഒരു ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്, അത് ഫൈനൽ റിസൾട്ട് അല്ല അല്ലേ, ഒരു ഇൻ്റർമീഡിയറ്റ് കീ വാല്യൂ പെയറാക്കി മാറ്റുകയാണ് എന്ത് ചെയ്യുന്നത്, മാപ്പ് ഫംഗ്ഷൻ ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒന്നാണ് നെയിംഡ് നോഡ് ദാറ്റ് മാനേജസ് ദ ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം. നമ്മൾ HDFS ഉണ്ടല്ലോ, ആ HDFSനെ മാനേജ് ചെയ്യുന്ന നോട്ടിനാണ് നമ്മൾ എന്ത് പറയുക, നെയിംഡ് നോഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഡാറ്റ നോഡ് where data is presented in advance before any processing takes place. പ്രോസസ്സിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എവിടെയാണോ ഡാറ്റ ഉള്ള കുറച്ച് സിസ്റ്റംസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കുറച്ച് നോട്ട്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള നോട്ട്സിന് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ നോഡ് എന്ന് പറയുന്നത്. പ്രോസസ്സിങ് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ പലതിലേക്കും ഉണ്ടാവാം, ബട്ട് ബിഫോർ പ്രോസസ്സിങ് എവിടെയാണോ ഡാറ്റ ഉള്ളത് അങ്ങനെയുള്ള നോട്ട്സിന് നമ്മൾ ഡാറ്റ നോഡ് എന്ന് പറയും. പിന്നെ വരുന്നതാണ് മാസ്റ്റർ നോഡ് വേർ ജോബ് ട്രാക്കർ റൺസ് ആൻഡ് വിച്ച് ആക്സെപ്റ്റ്സ് ജോബ് റിക്വസ്റ്റ് ഫ്രം ക്ലയൻസ്. ഈ ജോബിനെ ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ മാപ്പ് റെഡ്യൂസ് ഫംഗ്ഷനെ ട്രാക്ക് ചെയ്യുന്ന ആ ഒരു നോഡിനെ നമ്മൾ എന്താ പറയുക, മാസ്റ്റർ നോഡ് എന്ന് പറയും. ഈ മാസ്റ്റർ നോഡ് തന്നെയാണ് ഈ ക്ലയൻറ്റിൽ നിന്നുള്ള റിക്വസ്റ്റുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് സെർവറിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് സ്ലേവ് നോഡ് വേർ മാപ്പ് ആൻഡ് റെഡ്യൂസ് പ്രോഗ്രാം റൺസ്. ഈ മാപ്പ് റെഡ്യൂസ് പ്രോഗ്രാം ഏത് നോഡ്സിലാണോ റൺ ചെയ്യുന്നത് അതിന് നമ്മൾ എന്ത് പറയും, സ്ലേവ് നോഡ് എന്നാണ് പറയാം. ഓക്കെ, പിന്നെ വരാം ജോബ് ട്രാക്കർ ഷെഡ്യൂൾസ് ജോബ്സ് ആൻഡ് ട്രാക്സ് ദാറ്റ് അസൈൻ ജോബ്സ് ടു
ടാസ്ക് ട്രാക്കർ. ഈ ജോബ്സിനെയൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതും അതിനെ ട്രാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുക, ജോബ് ട്രാക്കർ എന്ന് പറയും. ദെൻ ടാസ്ക് ട്രാക്കർ ട്രാക്സ് ടാസ്ക് ആൻഡ് റിപ്പോർട്ട് സ്റ്റാറ്റസ് ടു ജോബ് ടാസ്ക്. ആ ജോബിൻ്റെ ഉള്ളിൽ നടക്കേണ്ട ടാസ്കുകളെല്ലാം കറക്റ്റായിട്ട് തന്നെയാണോ നടക്കുന്നതെന്നുള്ളത് ട്രാക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കുക, ജോബ് ട്രാക്കറിലേക്ക് കൊടുക്കും. അതാണ് ടാസ്ക് ട്രാക്കർ ചെയ്യുന്നത്. ജോബ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ടാസ്ക്. ആ ടാസ്ക് കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് ജോബ് ട്രാക്കറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ജോബ്, എ പ്രോഗ്രാം ഈസ് എൻ എക്സിക്യൂഷൻ ഓഫ് എ മാപ്പർ ആൻഡ് റെഡ്യൂസർ അക്രോസ് എ ഡാറ്റ സെറ്റ്. അപ്പോൾ ഒരു പ്രോഗ്രാം, ജോബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമാണ്. നമ്മൾ ഈ മാപ്പ് റെഡ്യൂസ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ പ്രോഗ്രാം നമുക്ക് എന്ത് പറയാം, ജോബ് എന്ന് പറയാം. ടാസ്ക് എന്ന് പറഞ്ഞാലോ, ആൻ എക്സിക്യൂഷൻ ഓഫ് എ മാപ്പർ ഓർ എ റെഡ്യൂസർ ഓൺ എ സ്ലൈസ് ഓഫ് ഫുൾ മാപ്പറും റെഡ്യൂസറും കൂടിയിട്ടുള്ളതിനെ നമ്മൾ പ്രോഗ്രാം എന്ന് പറയും. ഐദർ മാപ്പറോ അല്ലെങ്കിൽ റെഡ്യൂസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം, ടാസ്ക് എന്നും പറയാം. ഓക്കെ. പിന്നെ വരുന്ന ടാസ്ക് അറ്റംപ്റ്റ്, എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഓഫ് എൻ അറ്റംപ്റ്റ് ടു എക്സിക്യൂട്ട് എ ടാസ്ക് ഓൺ എ സ്ലേവ് നോഡ്. അപ്പം ഒരു പെർട്ടിക്കുലർ അറ്റംപ്റ്റ്, നമുക്കിപ്പോൾ എല്ലാവർക്കും എപ്പോഴും ഇതിനെ കിട്ടണമെന്നില്ല അല്ലേ, മാപ്പ് റെഡ്യൂസർ ഫംഗ്ഷൻ. അപ്പം ആ ഒരു അറ്റംപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ടാസ്ക് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. മാപ്പ് റെഡ്യൂസ് ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ ടാസ്ക് അറ്റംപ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിതിൽ ഈ ഒരു മാപ്പ് റെഡ്യൂസ് ഫംഗ്ഷൻ, മാപ്പ് റെഡ്യൂസിൽ നമ്മൾ കാണുന്ന വേരിയസ് ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ.